വീണ്ടും പ്രിവ്യൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സുഷളാനുഗ്രഹമാണ് കേൾക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നത്തെ സന്ദേശം ഇതാണ്. കർത്താവ് ദൈവരാജ്യത്തിൻ്റെ ഉപമ പറയുമ്പോൾ പറയുന്നു, കടുകുമണി സസ്യങ്ങളിൽ ഏറ്റവും ചെറുതാണ്, അത് വളർന്ന് കേൾക്കണം, അത് വളർന്ന് അതിൻ്റെ മറ്റ് സസ്യങ്ങളെക്കാൾ വലുതായി അതിൻ്റെ ചില്ലകളിൽ പക്ഷികൾ വന്നിരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പൊ എന്താ ദൈവരാജ്യം എന്ന് വെച്ചാൽ, ദൈവരാജ്യം വളർച്ചയാണ്. പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവന് നനയ്ക്കുന്നവന് ഏതുമില്ല. ഐ പ്ലാന്റഡ്, അപ്പൊല്ലോസ് വാട്ടർഡ്, ബട്ട് ദ ഗാഡ് ഹൂ ഗിവ്സ് ഇൻക്രീസ്. വളർത്തുന്ന ദൈവമാണ്. ആ ചെറുതാ ആ സസ്യം, ആ ചെറിയത് അങ്ങോട്ട് ഇട്ടപ്പോൾ മറ്റു സസ്യങ്ങളിലൊക്കെ ഏറ്റവും ചെറുതാണ്. നിന്നെ കേൾക്കുന്ന ജീവിതമേ ഒന്നും പറയാനില്ല നിന്റെ ജീവിതത്തിൽ. നോക്കുമ്പോ കമ്പയർ ചെയ്യുമ്പോൾ നത്തിങ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അമ്മേ, ദൈവാവസ്ഥകളെ മാറ്റാൻ പോകും. പിന്നെ നോക്കുമ്പോൾ അത് വളരുകയാണ്. എനിക്കൊരു ദൈവദാസിയെ അറിയാം, ഒരു വിദേശിയാണ്. അക്കാര്യത്തിൽ പറഞ്ഞത്, പിശാചിന്റെ വഞ്ചനയാണ്, നിങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ല. അയ്യോ, ഇതുവരെ എന്തായി എൻ്റെ ജീവിതത്തിൽ, ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന അവൻ്റെ വഞ്ചന കേട്ടോ. യു ആർ നോട്ട് സെയിം ദാറ്റ് പ്ലേസ് വെർ യു ആർ. നീ സെയിം പ്ലേസിലല്ല, നീ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ അവസ്ഥയിലല്ല നിങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. യു ഹാവ് ടു അപ്രൂവ് ഇറ്റ്. നിങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളിൽ ആ പഴയ അവസ്ഥയല്ല, നിങ്ങളുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷെ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് പലരും പറയുന്നത്, ഓ അദ്ദേഹത്തിന്റെ മുൻകോപം മാറിയിട്ടില്ല, അത് അവരുടെ ആ നുണ പറയുന്ന സ്വഭാവം, അല്ലെങ്കിൽ സംസാരിക്കുന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ പരിജ്ഞാനമില്ല പെരുമാറുന്ന, അല്ല, നിങ്ങൾ അതിൽ ബെറ്റർ ആയിട്ടുണ്ട്. യു ആർ ഓൺ ദാറ്റ് പ്രോസസ്. നിങ്ങൾ അതിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു ട്രീറ്റ്മെന്റിലൂടെ പോകുമ്പോൾ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും ട്രീറ്റ്മെന്റിലാണ്. അത് നിങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ലീസ്റ്റ് ഓഫ് ഓൾ സീഡ്സ്, അത് എല്ലാത്തിലും ചെറുതാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കുറെ കഴിയുമ്പോൾ അത് വളർന്നു. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ നിൽക്കുകയല്ല, അത് വളരുകയാണ്. ദൈവരാജ്യം വളർച്ചയാണ്. ആദ്യം വന്ന് ഭയപ്പെട്ട് 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസല്ല, പിന്നെ ദൈവത്തെക്കാൾ അധികം നിങ്ങളെ പേടിക്കണമെന്ന് ചോദിക്കുന്നൊരു മനുഷ്യൻ. അടുത്ത തലത്ത് ഭയപ്പെട്ട് തള്ളിപ്പറഞ്ഞു, അല്ലെങ്കിൽ വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസന്റെ വെട്ടുന്ന അക്രമകാരിയായ പത്രോസ് അല്ല, പിന്നീട് കാണുമ്പോൾ വളരെ സൗമ്യതയും ദീർഘക്ഷമയെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു പത്രോസാണ്. ആദ്യം നിനക്കത് ഭവിക്കരുത്, നിനക്ക് ക്രൂശ് വേണ്ട, നീ പങ്കപ്പാടുകളൊന്നും ഏറ്റെടുക്കരുത് എന്ന് പറഞ്ഞ യേശു സാത്താനെ, നീ എനിക്ക് ഇടർച്ചയാകുന്നു പറഞ്ഞ് ശാസിച്ച പത്രോസ് കുറെ കഴിയുമ്പോൾ അവസ്ഥയിലല്ല, താൻ വളർച്ചയിലായി. നിങ്ങൾ വളർച്ചയിലാണ്. യു ആർ ഓൺ ദ പ്രോസസ്. ദൈവത്തെ സ്തുതിക്കുന്നു. കുറെ കഴിയുമ്പോൾ കർത്താവ് പറയുക, അത് ചില്ലകളിൽ ഏറ്റവും, മറ്റ് ആ സസ്യങ്ങളിൽ ഏറ്റവും വലുതായി അതിന്റെ ചില്ലകളിൽ വന്ന് പക്ഷികൾ കൂടുകൂട്ടത്തക്കവണ്ണം. നീ ആയിരിക്കുന്ന ഇന്ന് പറയുന്നിടത്ത്, യു എന്റെ ബിസിനസ് നീ പരാജയമാണെന്ന് നീ പറയല്ലേ. നീ ചെയ്യുന്നതിനകത്ത് നിനക്ക് വിജയം നടക്കുന്നുണ്ട്. അതിനകത്ത് കടങ്ങളുണ്ട്, ഉണ്ടായിരിക്കാം. എന്റെ കുടുംബജീവിതം അനുഗ്രഹമല്ല, ഒത്തിരി സന്തോഷപരമായ ഒരു കുടുംബജീവിതം പുറത്ത് നിങ്ങൾ കാണുമ്പോൾ ആ പുറമേ ഉള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഔപചാരികതയുടെ ഒരു ഭാഗമാണത്. എല്ലായിടത്തും ഇന്നർ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ട്. ഒരു കടയിൽ, ഒരു ഷോറൂമിൽ ആ സാധനം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പോലല്ല അതിന്റെ ഗോഡൌണിൽ. അവിടെ ഓർഡറിലല്ല, ഗോഡൌണുകൾ ക്ലിയർ ആയിരിക്കും, കണക്കുകളും കാര്യങ്ങളും. ഷോക്കേസിലുള്ള ഭംഗി അവിടെ ഇല്ല. പക്ഷെ അവിടെയും ഡീലിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലതാണ് ചിന്തിക്കരുത്. നിന്റെ കുടുംബജീവിതം അനുഗ്രഹമാണ്. ഞാൻ എപ്പോഴും പറയും, നിനക്ക് കിട്ടിയ ഭർത്താവ് വേറെ ആരുമല്ല. നീ വലിയ സൂപ്പർ സ്റ്റാറിനെ കൊണ്ട് നിർത്തിയാലും അദ്ദേഹമാണ്, അദ്ദേഹമേ നിനക്ക് ചേരത്തുള്ളൂ. ആ സ്ത്രീയെ നിനക്ക് ചേരത്തുള്ളൂ. ഒരിക്കലും ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വേറെ ആളെ തന്നാലും നല്ലതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ ആകുന്ന അലക്കുകല്ലിൽ ആ വെളുപ്പിക്കുന്ന പോലെ നിന്നെ വെളുപ്പിക്കാൻ അവരെ പറ്റത്തുള്ളൂ. ആ കുഞ്ഞുങ്ങളെ നിനക്ക് പറ്റത്തുള്ളൂ. അവിടുത്തെ തങ്കം പിടിച്ച് ഓമന ഉള്ള കുഞ്ഞുങ്ങൾ, ഒരു ഓമനയും തങ്കമൊന്നും അല്ല. നിന്നെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെ അവര്.
ഇതിനെല്ലാം നമ്മൾ കാണണ്ടേ. ഇത് ഞാൻ എപ്പോഴും പറയും, ഈ കണ്ണിലൂടെ അല്ല നീ കാണണ്ടേ, ഹൃദയ കണ്ണിലൂടെ നീ വിഷയങ്ങളെ കാണണം. കർത്താവ് പറയാ, ദൈവരാജ്യത്തിന്റെ ഒത്തിരി അർത്ഥങ്ങളുണ്ട് അതിനകത്ത്. ദൈവിക വളർച്ചയുണ്ട്, ആത്മീയ വളർച്ചയുണ്ട്, ഭൗതിക വളർച്ചയുണ്ട്, ഇതെല്ലാം അതിനകത്തുണ്ട്. പഴയ അവസ്ഥയിലായിരിക്കരുത് നീ, പഴയ അവസ്ഥയിലല്ല നീ. പലരും പലരുടെ ജീവിതത്തിൽ പറയും, ഭാഷ എനിക്ക് ഒരു നേട്ടങ്ങളുമില്ല, എല്ലാം പരാജയം. പക്ഷെ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ അത് പിന്നെ അങ്ങനെ അതെന്താ അതിനെന്താ ഉറപ്പില്ലാത്ത കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന. പണ്ട് ഞാൻ ഒരു വീഡിയോ പറഞ്ഞ, ഒരു ഷോർട്ടിൽ പറഞ്ഞ് ധാരാളം പേര് കണ്ടതാണ്. ഒരു സഹോദരി വന്ന് ഭർത്താവിന്റെ കുറ്റങ്ങൾ പറയും, എനിക്ക് വേണ്ട, ഡിവോഴ്സ് ചെയ്താൽ മതി എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇരിക്കേ, അത്ര പെട്ടെന്ന് അങ്ങ് പോവാതെ ഡിവോഴ്സിന്, ഒന്ന് വെയിറ്റ് ചെയ്യ്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ സഹോദരി, ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിന്റെ എന്തെങ്കിലും നന്മ പറയാം? ഒരു നന്മയും പറയാനില്ല ഭാഷ. ഞാൻ എന്നാലും ഒന്ന് പറ. നിർബന്ധിച്ചപ്പം ദൈവത്തിന്റെ ദാസനല്ലേ, പറയാൻ തുടങ്ങി. കള്ളു കുടിച്ചാലും എന്നെ ഉപദ്രവിക്കത്തില്ല. പിന്നെ പിള്ളേർക്ക് വരുമ്പോൾ എന്തെങ്കിലും മേടിച്ചോണ്ട് തരും. പിന്നെ വേറെ ഒന്നുകൂടെ പറ, എത്ര ആണെങ്കിലും എന്നെ എൻ്റെ വീട്ടുകാരെയും കുറ്റം പറയത്തില്ല. പിന്നെന്താ പ്രശ്നം? എനിക്കറിയത്തില്ല എന്തോ പറഞ്ഞു വന്നപ്പോ ഇത് വേണ്ടാന്ന് പറഞ്ഞ് എന്തോ ചെറിയ പ്രശ്നമാണ്, ചെറിയ വിഷയം കൊണ്ട് ഇറങ്ങിയതാ. പറഞ്ഞു വന്നപ്പോൾ നന്മയാണ്. ഞാൻ പറയാം, കുറ്റപ്പെടുന്നതിന് പകരം എൻ്റെ വിഷയം ഇതല്ലെങ്കിലും നന്മ കണ്ടുപിടിക്കുക. എനിക്കിതാ പറയാനുള്ള. ചെറുത്, എല്ലാ സസ്യങ്ങളിലും ഇപ്പോൾ ചെറുതാണ്, പക്ഷെ വളർന്നുകൊണ്ടിരിക്കുക. നമ്മൾ നടുന്ന പരുവം നമുക്ക് മെഷർ ചെയ്യാനൊക്കത്തില്ല അവർ വളരുന്നത്, പക്ഷെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ച് കരച്ചിലോടുകൂടെ തുടങ്ങുന്നു, അത് പിന്നീട് ഓരോ ഘട്ടങ്ങളിൽ കവന്നു വീഴുന്നു, നീങ്ങുന്നു, വലിയുന്നു, മുട്ടുമേൽ ഇഴയുന്നു, നടക്കുന്നു. അതുപോലെ നീ വളർന്നുകൊണ്ടിരിക്കുകയോ, നീ അറിയാതെ നിന്റെ ശത്രുവിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ ഞാൻ നിന്നോട് പ്രോമിസ് ചെയ്യുക, നീ ഉയർച്ചയിലേക്ക് പോവാണ്. ബ്രദർ സിസ്റ്റർ, ചെറിയ സന്ദേശം അവിടെ നിർത്തുകയാണ്. നീ കടുകുമണിയാണ്. You are the mustard seed. God is going to do great things for you, mighty things which you had never imagined. ദൈവം ചെയ്യുമ്പോൾ കർത്താവ് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നീ ആ ഘടകമണിയ വളരും. നീ വർഷങ്ങൾ നീ വെയിറ്റ് ചെയ്യും, മാനിക്കുക, നീ തകർന്നിടത്ത്, നീ ഒന്നും കാണാത്തിടത്ത് ഇപ്പൊ നിന്നയുടെ ഒരു കൂമ്പാരമായിരിക്കാം നിനക്ക്. നീ വളരും. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ കാണുമ്പോൾ പിന്നീട് പറയുവോ, എവിടുന്ന് കിട്ടി അവർക്ക് ഈ ശക്തി? ഫ്രം വേർ ദേ ഗോട്ട് ദാറ്റ് വിസ്ഡം ആൻഡ് നോളജ്? ദേ വർ വിത്ത് ജീസസ്. അവർ യേശുവിന്റെ കൂടെയായിരുന്നു. വളരും. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ ചെറിയ ചെറിയ കാര്യം അല്പത്തിൽ വിശ്വസനായിരുന്നു. ദൈവം നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ ഭാവി അനുഗ്രഹമാകുമ്പോൾ അടുത്ത തലത്തിലേക്ക് ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്, നിങ്ങളെ ഉയർത്താൻ പോവുകയാണ്. നിങ്ങളുടെ അവസ്ഥകൾ മാറുകയാണ്. ദൈവം ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ഉയർച്ച ദൈവം കൊടുക്കണം. ആ കടുമണി വളർന്ന പോലെ അത് ചെയ്തതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു. ആമേൻ. ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.